ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധമറിയിച്ച് പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി. INL ലക്ഷദ്വീപ് ഘടകം പിരിച്ചുവിട്ടതായി നേതാക്കൾ. കവി പി കുഞ്ഞിരാമൻ നായരുടെ ഓർമ്മകളിൽ കാവ്യാങ്കണം എന്ന പരിപാടി സംഘടിപ്പിച്ച് PN ദാസ് റിട്രീറ്റ് സെന്റർ. ഹരിതഭവന പദ്ധതിയുടെ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപക പരിശീലനം പൂർത്തിയായി. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധമറിയിച്ച് പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി. ബജറ്റിൽ പരിഗണിക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനുവരി 9 പ്രവാസി കുടുംബങ്ങൾ ഉപവാസം അനുഷ്ഠിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രവാസികൾ തീക്ഷ്ണമായ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ഈ അവസരത്തിൽ ആശ്വാസം നൽകുന്നതിനു പകരം ബജറ്റിൽ പ്രവാസികളുടെ ആവശ്യങ്ങൾ അവഗണിച്ചത് ഖേദകരവും പ്രതിഷേധാർഹവുമാണെന്ന് പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ. ഇതിൽ പ്രതിഷേധം രേഖപ്പെടുത്താൻ ജനുവരി 9 കേരളമൊട്ടുക്കും പ്രവാസി കുടുംബങ്ങൾ ഉപവാസം അനുഷ്ഠിക്കുമെന്നും ആറ്റക്കോയ പള്ളിക്കണ്ടി KT വാസുദേവൻ എന്നിവർ പറഞ്ഞു. പ്രവാസികൾ മുഴുവനും വളരെയേറെ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുമ്പോൾ കേന്ദ്രത്തിൽ പൂർണ്ണമായും വിശ്വസിച്ച് ഈ ബഡ്ജറ്റിൽ പ്രവാസികൾക്കായി തന്നെ എന്തെങ്കിലും ബഡ്ജറ്റിൽ വിലയിരുത്തുന്നത് പൂർണ്ണ വിശ്വാസത്തിലായിരുന്നു പ്രവാസികൾ. ഈ രാജ്യത്തിൻ്റെ സമ്പദ്ഘടന ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ പ്രവാസികൾ എടുത്ത പങ്ക് വളരെ വലുതാണ്. എന്നാൽ ഇന്നത്തെ പ്രവാസികൾ മുഴുവനും തന്നെ ഈ ബഡ്ജറ്റിൻ്റെ കാര്യത്തിൽ വളരെ നിരാശാജനകമായിട്ടാണ് നിൽക്കുന്നത്. NDA ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയും പ്രവാസികളുടെ പുനരധിവാസത്തിന് വേണ്ടി വമ്പിച്ച വലിയൊരു തുക ബജറ്റിൽ ഉൾപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകുകയും വാഗ്ദത്തവും ചെയ്തിട്ടുണ്ടെങ്കിലും ബജറ്റ് വന്നപ്പോൾ പ്രവാസികൾ പൂർണ്ണമായി നിരാശരാണ്. ബജറ്റ് പ്രവാസികളോട് ചെയ്ത അവഗണന അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് കേന്ദ്ര മന്ത്രിമാർക്ക് നിവേദനവും പ്രമേയവും അയച്ചിരുന്നുവെങ്കിലും അത് സംബന്ധിച്ചും യാതൊന്നും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. INL ലക്ഷദ്വീപ് ഘടകം പിരിച്ചുവിട്ടതായി നേതാക്കൾ. പ്രൊഫസർ AP അബ്ദുൽ വഹാബ് നയിക്കുന്ന നാഷണൽ ലീഗിൽ ലയിക്കാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് അബ്ദുൽ ഗഫൂർ, ജനറൽ സെക്രട്ടറി ജാഫർ ഷെരീഫ് എന്നിവർ പറഞ്ഞു. ലക്ഷദ്വീപ് ഘടകം പൂർണ്ണമായി പിരിച്ചുവിടുകയും അത് നാഷണൽ ലീഗിന്റെ ഭാഗമായി പ്രവർത്തിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ്. ദ്വീപിന്റെ സവിശേഷമായ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം നമുക്കെല്ലാവർക്കും ബോധ്യമുള്ളതാണ്. ആ കാര്യങ്ങളിൽ എന്ന് മാത്രമല്ല, നല്ല ദിശാബോധത്തോടു കൂടി രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തന രംഗത്ത് നാഷണൽ ലീഗ് സജീവ സാന്നിധ്യം ഉറപ്പിച്ച് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ ലീഗ് ലക്ഷദ്വീപ് സംസ്ഥാന കമ്മിറ്റി പിരിച്ചുവിടാനും നാഷണൽ ലീഗിൽ ലയിക്കാനും തീരുമാനിച്ചതായി സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൽ ഗഫൂറും ജനറൽ സെക്രട്ടറി ജാഫർ സാദിഖും അറിയിച്ചു. ദേശീയ പ്രാധാന്യമുള്ള വിഷയങ്ങളിൽ കൃത്യമായ നിലപാടുകളോ അഭിപ്രായങ്ങളോ ഇല്ലാത്ത പാർട്ടിയുടെ ഘടകമായി തുടരുന്നതിൽ ഒരർത്ഥവുമില്ലെന്നും ദ്വീപ് നിവാസികളുടെ അടിസ്ഥാന ജീവിതോപാധികളെ ദോഷകരമായി ബാധിക്കുന്ന രാഷ്ട്രീയ വിഷയങ്ങളിലും ആത്മാർത്ഥമായ ഇടപെടൽ ഉണ്ടായില്ലെന്നും നേതാക്കൾ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ ഫാസിസ്റ്റ് നയങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ
ശക്തമായ പ്രതിഷേധ പരിപാടികൾ നടത്തണമെന്നാവശ്യപ്പെട്ട് ദേശീയ നേതൃത്വത്തെ സമീപിച്ചെങ്കിലും തുടർച്ചയായി കടുത്ത അലംഭാവമാണ് നേതൃത്വം കാണിച്ചതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. സെപ്റ്റംബർ മാസം 13-ാം തീയതി കോഴിക്കോട്ട് ഒരു വനിതാ സമ്മേളനം നടത്താൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കാലോചിതമായ ഓരോ വിഷയത്തിലും നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയുടെ ഭാഗമാകാൻ ലക്ഷദ്വീപിലുള്ള ഞങ്ങളുടെ സഹപ്രവർത്തകർ കൂടി തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കവി പി കുഞ്ഞിരാമൻ നായരുടെ ഓർമ്മകളിൽ കാവ്യാങ്കണം എന്ന പരിപാടി സംഘടിപ്പിച്ച് PN ദാസ് റിട്രീറ്റ് സെന്റർ. കവി PK ഗോപി തന്റെ കവിത ആലപിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കാവ്യരൂപനായി അറിയപ്പെടുന്ന കവി പി കുഞ്ഞിരാമൻ നായരുടെ നിറസ്മരണയിൽ PN ദാസ് റിട്രീറ്റ് സെന്ററിൽ കാവ്യാങ്കണം നടന്നു. പിയെക്കുറിച്ചെഴുതിയ അനശ്വരന്റെ ആത്മസത്രങ്ങൾ എന്ന തന്റെ കവിത ചൊല്ലി PK ഗോപി കാവ്യാങ്കണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അല്ലല്ല പ്രേമവിഡ്ഢി കാന്തകാമൻ പ്രളയതീർത്ഥാടകൻ വീണിടത്താകെ ഗന്ധർവ വീണയിൽ വീര്യസംഗീതമൂറ്റിപ്പകർന്നവൻ കാവ്യബുദ്ധൻ. അല്ലല്ല പ്രേമവിഡ്ഢി കാന്തകാമൻ പ്രളയതീർത്ഥാടകൻ വീണിടത്താകെ ഗന്ധർവ വീണയിൽ വീര്യസംഗീതമൂറ്റിപ്പകർന്നവൻ. ശാന്തിനികേതൻ ഡയറക്ടർ ഷാജുബായി അധ്യക്ഷനായിരുന്നു. കേരള സാഹിത്യത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ PK ഗോപിയെ ചടങ്ങിൽ ആദരിച്ചു. ഡോക്ടർ ദീപേഷ് കരുമ്പുകര, MA ജോൺസൺ, ഫാദർ സുനിൽ ജോസ്, ബാലകൃഷ്ണൻ, സംഗീത്, ബാലചന്ദ്രൻ, ആര്യ ഗോപി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ശാന്തിനികേതനിലെ കലാകാരന്മാരുടെ ഗീതകരാവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഹരിതഭവനം പദ്ധതിയുടെ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപക പരിശീലനം പൂർത്തിയായി. ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പും പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷനും ചേർന്ന് നിറവ് സീറോ വേസ്റ്റ് മാനേജ്മെന്റിന്റെ സഹായത്തോടെ നടപ്പിലാക്കുന്ന ഹരിത ഭവനം പദ്ധതിയുടെ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപക പരിശീലനം പൂർത്തിയായി. വിദ്യാഭ്യാസ ജില്ലാതലത്തിൽ ഹൈസ്കൂൾ അധ്യാപകരുടെ പരിശീലനം നേരത്തെ പൂർത്തിയായിരുന്നു. ഉപജില്ലാ തലങ്ങളിൽ നടന്ന പ്രൈമറി അധ്യാപകർക്കുള്ള പരിശീലനം കൊടുവള്ളി ഉപജില്ലയിലെ അധ്യാപക ശില്പശാലയോടുകൂടി പൂർത്തിയായി. കൊടുവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ് ഉദ്ഘാടനം ചെയ്തു. ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് കേരളം ഈ നവംബർ 1-ാം തീയതി പോവുകയാണ്. ഇതിന്റെ പ്രഖ്യാപനം 2024 നവംബർ 1-ാം തീയതി നമ്മുടെ പ്രാദേശിക സ്വതന്ത്ര മന്ത്രി ശ്രീ MV രാജേഷ് എന്നാണ്. സാക്ഷരതയിൽ നമ്മൾ നേരത്തെ വളരെ മുമ്പിൽ ലോകത്തിലെ തന്നെ നോട്ടബിൾ ആയിട്ടുള്ള ഒരു നേട്ടമാണ്.
സ്കൂൾ ഹെഡ്മാസ്റ്റർ KJ സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ഫൗണ്ടേഷൻ രക്ഷാധികാരി ഡോക്ടർ ദീപേഷ് കരിമ്പുക്കര, OK മധു, KC അബ്ദുസലാം തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുതിർന്ന ഫോട്ടോഗ്രാഫർ T മോഹൻദാസിന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് കാലിക്കറ്റ് പ്രസ് ക്ലബ്ബും സീനിയർ ജേർണലിസ്റ്റ് ഫോറവും യോഗം ചേർന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് M ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന ഫോട്ടോഗ്രാഫർ T മോഹൻദാസിന്റെ നിര്യാണത്തിൽ സീനിയർ ജേർണലിസ്റ്റ് ഫോറം ജില്ലാ കമ്മിറ്റിയുടെയും കാലിക്കറ്റ് പ്രസ് ക്ലബിന്റെയും സംയുക്ത യോഗം അനുശോചിച്ചു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് M ഫിറോസ് ഖാൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ മുഷ്താഖ് സ്പോർട്സ് ജേർണലിസം അവാർഡ്, ഫോട്ടോഗ്രാഫി അവാർഡിന്റെ ജൂറിയിൽ നമ്മൾ ഉൾപ്പെടുത്തി പുള്ളിയെ അന്വേഷിച്ചപ്പം മുമ്പ് സംസ്ഥാന അവാർഡൊക്കെ വാങ്ങിയ ആളാണ്. അപ്പം ജൂറിയിൽ വരേണ്ട ആളാണെന്ന് തോന്നി ജൂറിയിൽ ഉൾപ്പെടുത്തി. അപ്പോൾ പുള്ളി വലിയ സന്തോഷമായി. പുള്ളി എന്നോട് പറഞ്ഞത് മുഷ്താഖ് അവാർഡ് എനിക്ക് കിട്ടിയിട്ടില്ല, കിട്ടണമെന്നില്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് മുഷ്താഖ് അവാർഡ് ജൂറിയിൽ വരാൻ പറ്റിയല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടിയും പ്രസ് ക്ലബ്ബായിട്ട് ഈ ഇടക്കാലത്ത് ഈ സജീവ മാധ്യമ പ്രവർത്തനത്തിൽ മാറി നിന്നപ്പോഴും പ്രസ് ക്ലബ്ബായിട്ട് അദ്ദേഹം അടുപ്പം പുലർത്തുകയും നമ്മളെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പെട്ടെന്ന് ഇങ്ങനത്തെ ആവശ്യം വിളിക്കാൻ തോന്നുന്നത് തന്നെ അങ്ങനെയാണല്ലോ. സെക്രട്ടറി PS രാകേഷ്, സീനിയർ ജേർണലിസ്റ്റ് ഫോറം സംസ്ഥാന ജനറൽ സെക്രട്ടറി KP വിജയകുമാർ, KUWJ മുൻ സംസ്ഥാന പ്രസിഡന്റ് NP രാജേന്ദ്രൻ, PRD മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ, ഹരിദാസൻ പാലയിൽ, NP ചെക്കുട്ടി, K ബാബുരാജ്, PP അബൂബക്കർ, നടക്കാവ് മുഹമ്മദ് കോയ, ബിമൽ തമ്പി, R മധുശങ്കർ, KK സന്തോഷ്, M ജയതിലകൻ തുടങ്ങിയവർ സംസാരിച്ചു. എന്നാലും വളരെ സജീവമായ ഒരു ഇടപെട്ടിരുന്ന പ്രസ് ക്ലബിന്റെ പ്രവർത്തനത്തിലും അതിനുശേഷം സീനിയർ ജേർണലിസ്റ്റിന്റെ ഫോറത്തിലൊക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുകയും നമ്മളൊക്കെ എല്ലാ കാര്യത്തിലും സഹകരിക്കുകയും ചെയ്തിരുന്ന ആളാണ് മോഹൻദാസ്. ഒരുപാട് വലിയ ഒരു സൗഹൃദ ബന്ധങ്ങൾ ഈ നഗരത്തിലും പല മേഖലകളിലുള്ള ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഈ യോഗം ഞാൻ എന്റെ വ്യക്തിപരമായ നിലയിലും സീനിയർ ജേർണലിസ്റ്റ് ഫോറത്തിന്റെ പേരിലും ഞാൻ അനുശോചനം രേഖപ്പെടുത്തുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് 64ാം സ്ഥാപക ദിനം സെപ്റ്റംബർ 1 ആഘോഷിക്കും. ബാംഗ്ലൂരു ഇസ്കോൺ ചെയർമാൻ ചഞ്ചലപതി ദാസ് മുഖ്യാതിഥിയായിരിക്കും. Guest of honor, Mr. Ravi Raghavan. He is an alumnus of NIT Calicut and the CEO of Bharat Fries Werner Limited. So he will be joining us for the Foundation Day program, and we have multiple exciting honoring and awarding functions also. It starts with our own retired people who have served NIT Calicut for more than 25 years at various capacities, either as a teaching or a non-teaching staff. We are calling them, inviting them and honoring them all for this function. And along with that one, we are all honoring our own alumnus. NITC സ്ഥാപക ദിനാഘോഷത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പൂർവ്വ വിദ്യാർത്ഥികളെ പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. ഗവേഷണ പ്രവർത്തനങ്ങൾ പ്രദർശിപ്പിക്കുന്ന സ്കൈലൈറ്റ് 24 എന്ന പ്രദർശനം സംഘടിപ്പിക്കും. ഈ വർഷം മുതൽ 3 വിഭാഗങ്ങളിലായി മികച്ച അധ്യാപകരെ തിരഞ്ഞെടുത്ത് പുരസ്കാരം നൽകുമെന്ന് NITC പ്രൈം ചെയർപേഴ്സൺ പ്രൊഫസർ GK രജനീകാന്ത് പറഞ്ഞു. 85 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള വിരമിച്ച ജീവനക്കാരെയും ആലുമിനി അസോസിയേഷൻ മുൻ ഭാരവാഹികളെയും ചടങ്ങിൽ ആദരിക്കും. 25 വർഷം സേവനം പൂർത്തിയാക്കിയ ജീവനക്കാരെ അനുമോദിക്കും. ജീവനക്കാരുടെ മക്കൾക്ക് അക്കാഡമിക് പുരസ്കാരങ്ങൾ നൽകും. NITCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ സംഭാഷണം 64ാം സ്ഥാപക പതിപ്പ് പ്രകാശനവും സാംസ്കാരിക സദസ്സും ആഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ടെന്ന് NITC അധികൃതർ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The real beauty in your heart. Boche Gold and Diamonds. Buy now, pay later.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. വയനാട് പുനരധിവാസത്തിനായി ഫണ്ട് സമാഹരിക്കാൻ വേറിട്ട പരിപാടിയുമായി മുസ്ലിം ലീഗ്. കിഴക്കോത്ത് പഞ്ചായത്ത് 7-ാം വാർഡ് പറക്കുന്ന ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റി കുറിക്കല്യാണം നടത്തിയാണ് പണം സ്വരൂപിച്ചത്. വയനാട് പുനരധിവാസ ഫണ്ട് ശേഖരണത്തിനായി കിഴക്കോത്ത് പഞ്ചായത്ത് 7-ാം വാർഡ് പറക്കുന്ന ടൗൺ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച കുറിക്കല്യാണം പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണത്തോടെ വിപുലമായി നടന്നു. സാലിഖ് അസ്ഹരി പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ മുസ്ലിം ലീഗ് മണ്ഡലം പഞ്ചായത്ത് നേതാക്കൾ സംബന്ധിച്ചു. MA ഗഫൂർ, NC ഹുസൈൻ, പാട്ടത്തിൽ അബൂബക്കർ, PD നാസർ, MP മൊയ്തീൻ, യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി M നസീഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് സജീദത്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. കുറിക്കല്യാണം വഴി സമാഹരിച്ച 3/4 ലക്ഷത്തോളം രൂപ മുസ്ലിം ലീഗ് ആപ്പ് വഴി വയനാട് ഫണ്ടിലേക്ക് കൈമാറും. നമുക്കറിയാം, മുസ്ലിം ലീഗ് നടത്തുന്ന ഈ പദ്ധതി വളരെ സുതാര്യമാണ്. ആപ്പിലൂടെ ആര് എവിടെ നിന്ന് പണമെടുത്താലും അത് കൃത്യമായി കാണും. അത് ചെലവഴിക്കുന്ന രൂപവും ഓരോ രൂപയും എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് നാടിൻ്റെ ഏത് ഭാഗത്തു നിന്നുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഏതാണ്ട് 691 ആളുകൾക്ക് 15,000 രൂപ വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ കച്ചവടം നഷ്ടപ്പെട്ടവർക്ക് 50,000 രൂപ വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ അവിടെ ജീവനോപാധിയായ ജീപ്പ്, ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ടവർക്ക് അത് വെച്ച് കൊടുക്കുകയാണ്. അതുപോലെ വീടും സ്ഥലവും ഒക്കെ നൽകി അവർക്ക് എന്താണ് ആവശ്യം അത് മനസ്സിലാക്കി വളരെ കൃത്യതയോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നാടിൻ്റെ നാനാ തുറകളിലുമുള്ള ആളുകൾ ഇതിനോട് പൂർണ്ണമായി സഹകരിക്കുന്നുണ്ട്. ചൂരൽമല ദുരന്തമുഖത്ത് സ്തുത്യർഹമായ സേവനം കാഴ്ചവെച്ച വൈറ്റ് ഗാർഡ് അംഗമായ അജ്മൽ റോഷനും പഞ്ചായത്തിലെ മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട PK ഷാജഹാനുമുള്ള ഉപഹാര സമർപ്പണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മുഹമ്മദ് റഫിയുടെ 100-ാം ജന്മവാർഷികം 100 പാട്ടുപാടി ആഘോഷമാക്കി MES. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന രാപ്പകൽ പരിപാടിയിൽ മുഹമ്മദ് റഫിയുടെ 100 പാട്ടുകൾ 100 ഗായകർ ആലപിച്ചു. ഇന്ത്യൻ സംഗീത പ്രതിഭ മുഹമ്മദ് റഫിയുടെ 100ാമത് ജന്മവാർഷികം MESന്റെ 60ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഒരു രാപ്പകൽ നീളുന്ന സംഗീതോത്സവത്തോടെ ആഘോഷിച്ചു. കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ മുഹമ്മദ് റഫിയുടെ 100 പാട്ടുകൾ പ്രശസ്തരായ 100 ഗായകർ ആലപിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം MES സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ PF ഫസൽ ഗഫൂർ യെ മേര പ്രേം പത്ര എന്ന ഗാനം ആലപിച്ച് നിർവഹിച്ചു. MES കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് PK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രഷറർ KV സലീം സ്വാഗതം പറഞ്ഞു. ജില്ലാ സെക്രട്ടറി ATM അഷ്റഫ് നന്ദി പറഞ്ഞു. ഹാഷിം കടാക്കലകം പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരണം നടത്തി. MES യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് RK ഷാഫി, ജില്ലാ ഭാരവാഹികളായ TPM സജൽ മുഹമ്മദ്, PT ആസാദ്, BM സുധീർ, ഷാഫി പുല്ലാറ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. മറ്റ് സംഗീത പരിപാടികളിൽ നിന്നും വ്യത്യസ്തമായി ആസ്വാദകർക്കെല്ലാം അവസരം ലഭിക്കുന്ന മ്യൂസിക് ദംഷരാക്ക് റാഫി പരിപാടിക്ക് മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് സിജി അവാർഡിന് അപേക്ഷകൾ ക്ഷണിച്ചു. 1 ലക്ഷം രൂപയാണ് അവാർഡ് തുക. വിദ്യാഭ്യാസ സേവന മേഖലയിലെ മികവുകൾ വിലയിരുത്തിയാണ് അവാർഡ് നൽകുകയെന്ന് അധികൃതർ പറഞ്ഞു. ഇങ്ങനൊരു അവാർഡ് നടപ്പിലാക്കുന്നത് ഡോക്ടർ KM അബൂബക്കർ സിജി എഡ്യൂക്കേഷൻ അവാർഡ്, അതിന്റെ ഫസ്റ്റ് എഡിഷൻ ആണ് ഈ വർഷം നടപ്പിലാക്കുന്നത്. ഈ അവാർഡ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അതിന്റെ ശാക്തീകരണത്തിന് വേണ്ടി, യുവാക്കളുടെ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ പൗരനായ ഏതൊരു വ്യക്തിക്കും, അതല്ലെങ്കിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത
സംഘടനകൾക്കോ സ്ഥാപനങ്ങൾക്കോ ഈ അവാർഡിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. അവാർഡ് എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡായിട്ട് വരുന്നത്. അവാർഡിന് അപേക്ഷിക്കേണ്ടത് സിജിയുടെ വെബ്സൈറ്റ് cg.org/events എന്ന വെബ്സൈറ്റിലൂടെ അതിന്റെ അപേക്ഷാ ഫോം ലഭ്യമാണ്. ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. സെപ്റ്റംബർ 15 വരെ ഇതിനുവേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. സെന്റർ ഫോർ ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ഇന്ത്യ സിജി സ്ഥാപക പ്രസിഡന്റും ഭാഭ അറ്റോമിക് റിസർച്ച് സെന്റർ ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ KM അബൂബക്കറിന്റെ സ്മരണാർത്ഥം സിജി അവാർഡ് ഏർപ്പെടുത്തുന്നു. വിദ്യാഭ്യാസ തൊഴിൽ രംഗങ്ങളിൽ യുവജനങ്ങളെ ശാക്തീകരിക്കുന്നതിനായി നടത്തുന്ന മികച്ച സേവനം വിലയിരുത്തിയാണ് പുരസ്കാരം നൽകുന്നത്. സാമൂഹ്യ നീതി, മതനിരപേക്ഷത, മാനവികത എന്നീ മൂല്യങ്ങളിൽ ഊന്നി സാമൂഹ്യ സേവനം നടത്തുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും സ്ഥാപനങ്ങൾക്കും അപേക്ഷിക്കാം. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡായി ലഭിക്കുക. അപേക്ഷകൾ cg.org/page-events എന്ന ഓൺലൈനിൽ സെപ്റ്റംബർ 15 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 8086664008 എന്ന നമ്പറിലും ബന്ധപ്പെടാം. വാർത്താ സമ്മേളനത്തിൽ PR ഡിവിഷൻ ഡയറക്ടർ MV സക്കറിയ, അഡ്മിനിസ്ട്രേറ്റർ അബ്ദുൽ ഹക്കീം, ചീഫ് കോർഡിനേറ്റർ സൈനുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആവിലോറ ഗ്രീൻ വാലി എജു പാർക്കിന്റെ 7ാം വാർഷികത്തോടനുബന്ധിച്ച് അന്യം നിന്നു പോകുന്ന പൂർവികരുപയോഗിച്ച നിത്യോപയോഗ വസ്തുക്കളുടെ വിപുലമായ പ്രദർശനം സംഘടിപ്പിച്ചു. എജു പാർക്ക് അങ്കണത്തിൽ നടന്ന പ്രദർശനോദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ജസ്ന അസൈൻ നിർവഹിച്ചു. ഗ്രീൻ വാലി എജു പാർക്ക് ജനറൽ മാനേജർ PK മൊയ്തീൻ ഹാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആവിലോറ മഹൽ ജനറൽ സെക്രട്ടറി K അബ്ദുൽ ഖാദർ, മുജീബ് ആവിലോറ, കുറുങ്ങോട്ട് മുഹമ്മദ് ഹാജി, CKC മുഹമ്മദ്, ഹാരിസ് പറക്കുന്ന്, ബഷീർ അൽസനി തുടങ്ങിയവർ സംസാരിച്ചു. എജു പാർക്ക് ജനറൽ സെക്രട്ടറി K ഖാദർ മാസ്റ്റർ സ്വാഗതവും ഷൗക്കത്ത് കുറുങ്ങോട് നന്ദിയും പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായി കളിയാട്ടുമുക്കിലെ PP രായൻ ഹാജി കുടുംബം മുന്നിയൂർ നഴ്സിംഗ് ഹോസ്പിറ്റലിന്റെയും ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കൊണ്ടോട്ടിയുടെയും സഹകരണത്തോടെ കുണ്ടായിത്തോടുള്ള കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്ററിലെ അംഗങ്ങൾക്ക് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം രായൻ ഹാജി കുടുംബ കമ്മിറ്റി ചെയർമാൻ മംഗലശ്ശേരി ഹസൻ ഹാജി നിർവഹിച്ചു. പരിപാടിയിൽ മംഗലശ്ശേരി മുഹമ്മദ് കുട്ടി അധ്യക്ഷനായിരുന്നു. സലീം റഷീദ്, ഡോക്ടർ ഹബീബ്, അബ്ദുൽ ജബ്ബാർ, CK അബൂബക്കർ, ഡോക്ടർ സാദിഖ് അലി, ഡോക്ടർ ബാബു, ഡോക്ടർ ലുബിദസ്നി, കോർഡിനേറ്റർ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സൗഹൃദ വിരുന്നും സംഘടിപ്പിച്ചിരുന്നു. നവംബർ 1 കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിനു വേണ്ടി ഡിജി കേരള പരിശീലനം മൂഴിക്കൽ 16ാം വാർഡിൽ ആരംഭിച്ചു. ദർശനം ഗ്രന്ഥശാല വനിതാവേദിയുടെ സഹകരണത്തോടെ 16ാം വാർഡ് കുടുംബശ്രീ ഏരിയ ഡെവലപ്മെന്റ് സൊസൈറ്റി സംഘടിപ്പിച്ച വളണ്ടിയർമാർക്കുള്ള പരിശീലനം ദർശനം സാംസ്കാരിക വേദി ചെയർമാൻ KK സഹീർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ MP ഹമീദ് അധ്യക്ഷനായി. ADS ചെയർപേഴ്സൺ C മെഹറുന്നിസ, വയോജന സൗഹൃദവേദി പ്രതിനിധി ND ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. ദർശനം വനിതാവേദി കൺവീനർ PK ശാലിനി സ്വാഗതവും KP ശിവജി നന്ദിയും പറഞ്ഞു. കോർപ്പറേഷൻ ഡിജി അസിസ്റ്റന്റ് കോർഡിനേറ്റർ കരിയാമ്പറ്റ സുരേഷ് കുമാർ ക്ലാസ് നയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര ബജറ്റിൽ പ്രതിഷേധമറിയിച്ച് പ്രവാസി കോർഡിനേഷൻ കമ്മിറ്റി. INL ലക്ഷദ്വീപ് ഘടകം പിരിച്ചുവിട്ടതായി നേതാക്കൾ. കവി P കുഞ്ഞിരാമൻ നായരുടെ ഓർമ്മകളിൽ കാവ്യാങ്കണം എന്ന പരിപാടി സംഘടിപ്പിച്ച് PN ദാസ് റിട്രീറ്റ് സെന്റർ. ഹരിതഭവന പദ്ധതിയുടെ താമരശ്ശേരി വിദ്യാഭ്യാസ ജില്ലയിലെ അധ്യാപക പരിശീലനം പൂർത്തിയായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.
ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.